മലപ്പുറം കാളികാവിൽ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ടാപ്പിംഗിന് പോകുമ്പോൾ കൊല്ലപ്പെട്ടത് ചോക്കാട് സ്വദേശി ഗഫൂർ. കടുവ കഴുത്തിൽ പിടിച്ച് വലിച്ചുകൊണ്ടുപോയെന്ന് ദൃക്സാക്ഷി. കടുവയെ കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. ആ ഇലക്ഷൻ പോസ്റ്റർ മാറും. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ട് ഒരുപാട് പോസ്റ്റർ വന്നിട്ടുണ്ട് സാർ. അപ്പൊ എല്ലാം ദേശീയായിട്ട് ഞങ്ങൾ പൊട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. അതൊക്കെ തെറ്റായ കാര്യം. CPM തപാൽ വോട്ട് തിരുത്തിയെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി ജി സുധാകരൻ. 89-ലെ തെരഞ്ഞെടുപ്പിൽ KV ദേവദാസിനായി തപാൽ വോട്ട് പൊട്ടിച്ചത് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. അന്വേഷണം നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പഹൽഗാമിൽ ആക്രമണം നടത്തിയ 4 പേരിൽ ഒരാളെ സുരക്ഷാ സേന വധിച്ചു. പുൽവാമയിലെ ഏറ്റുമുട്ടലിൽ മരിച്ചത് ആസിഫ് ഷെയ്ഖ്. കൊല്ലപ്പെട്ടവരിൽ 2 ലഷ്കർ ഭീകരരും. ശ്രീനഗറിൽ ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിൽ സൈനികരെ അഭിനന്ദിച്ച് രാജ്നാഥ് സിംഗ്. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷാ കുരുക്കിൽ. കേസെടുത്തതിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. മന്ത്രിസ്ഥാനത്തിരിക്കുന്നവർ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് കോടതി. വിജയ് ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാതെ BJP. നെടുമ്പാശ്ശേരിയിൽ കാറിടിച്ചുള്ള യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. ഐവിനെ കാറിടിപ്പിച്ചത് മദ്യലഹരിയിലായിരുന്ന CISF ഉദ്യോഗസ്ഥർ. വിമാനത്താവളത്തിലെ 2 ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ രാഷ്ട്രപതി. ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യത്തിൽ എങ്ങനെ വിധി പറയാനാകുമെന്ന് ചോദ്യം. 14 വിഷയങ്ങളിൽ വ്യക്തത തേടി രാഷ്ട്രപതി സുപ്രീം കോടതിയെ സമീപിച്ചു.